എല്ലാ നല്ലവരായ സിനിമ ആസ്വാദകർക്കും സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പേര് കണ്ട ചിത്രം ഏതാണ്? അതുകൂടാതെ ഏറ്റവും ആദ്യം 50 കോടി ക്ലബിൽ കയറിയത് ആരുടെ ചിത്രമാണ്? അതുകൂടാതെ 100 കോടി ക്ലബിൽ ആദ്യമായിട്ട് മലയാള സിനിമ കയറിയത് ആരുടെ ചിത്രമാണ്? അപ്പോൾ ഇതിനെല്ലാം ഉത്തരമാണ് ഈ കൊച്ചു വീഡിയോയിലൂടെ നമ്മൾ തമ്മിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു മലയാള സിനിമയുടെ ടിക്കറ്റ് കിട്ടാനായി ന്യൂജൻ പിള്ളേർ തിയേറ്ററിൻ്റെ ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ ഓടി പോകുന്ന ഒരു കാഴ്ച നമ്മളെല്ലാം കണ്ടുവരുന്നു. സോഷ്യൽ മീഡിയയിൽ അത് വൈറലാണ്. അപ്പോൾ ചിലരൊക്കെ എല്ലാം നിലത്ത് വീണിട്ട് കിടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എവിടെയാണെന്ന് അറിയോ? അത് തൃശ്ശൂരിലെ രാഗം തിയേറ്ററിലാണത്. അത് ഏത് സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം, പറയേണ്ട കാര്യമില്ല. എങ്കിൽ പോലും പറയാം. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് 9 മണിക്ക് ആ ഗേറ്റ് തുറന്നപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് ഈ പ്രേക്ഷകരെല്ലാം ഓടി ചെന്നത്. ബുക്കുമൈ ഷോ എന്ന് പറയുന്ന ആ സൈറ്റിലാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സൈറ്റ് ആദ്യത്തെ 1-2 മണിക്കൂർ ഹാങ്ങായി. കാരണം അത്രയും പോലും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അവർ പോലും ബുക്കുമൈ ഷോയുടെ അവർ പോലും ഞെട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഹൈപ്പിൽ വന്ന പാൻ ഇന്ത്യനായിട്ട് വന്ന പുഷ്പ, ലിയോ അതിനെല്ലാം വെട്ടിച്ച് എമ്പുരാൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് കുതിക്കുകയാണ്. ഹിന്ദിയിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ ഷാരൂഖ് ഖാൻ ഫാൻസ് ഈ ചിത്രത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞു. പക്ഷെ സൽമാൻ ഖാൻ ഫാൻസ് ഈ ചിത്രത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു ചൊല്ലുണ്ട്, പിസ്സ ഗോപുരം പോലെയാണ് നമ്മുടെ മോഹൻലാൽ എന്ന്. അതായത് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നടന്നത്. നമുക്ക് പക്ഷെ അതിൽ ഒരു അഭിമാനമാണ് ആ നടനെ കുറിച്ച്. നമ്മുടെ ഒരു പിസ്സ ഗോപുരം ഒരു ലോകാത്ഭുതമാണ്. പക്ഷെ നമ്മുടെ ഒരു ലോകാത്ഭുതമാണ് ഈ ലാലേട്ടൻ, മലയാള സിനിമയുടെ ഒരു ലോകാത്ഭുതം. എന്നാൽ മലയാളം ഇൻഡസ്ട്രീസിൽ സിനിമാ വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ഈ 64 വയസ്സായ നമ്മുടെ ലാലേട്ടനാണ്. മലയാളത്തിൽ ആദ്യമായി പ്രതിഫല തുക 1 കോടി വാങ്ങിയതും നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. ഇപ്പോൾ ലാലേട്ടൻ മേടിക്കുന്നത്, അതായത് ചില റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഏകദേശം 10 കോടിക്കും 20 കോടിക്കും ഇടയിലാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം ഒരു സിനിമയ്ക്ക് അദ്ദേഹം വാങ്ങുന്നത്. പക്ഷെ അന്യഭാഷയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ കൂടുതൽ വാങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2ാം സ്ഥാനത്ത് നമ്മുടെ മമ്മൂട്ടിയാണ്. മമ്മൂട്ടി ഒരു മലയാള സിനിമയ്ക്ക് ഒരു 6 കോടി മുതൽ 20 കോടി വരെയാണ് മമ്മൂട്ടിയും വാങ്ങുന്നത് എന്നാണ് IMDbയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ മോഹൻലാലിന്റെ ഒരു കരിയർ എടുത്തു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ഉയർച്ച, പിന്നെ കുറച്ച് താഴ്ച, പിന്നെ ഉയർച്ച, പിന്നെ താഴ്ചയാണ് മോഹൻലാലിന്റെ ആ കരിയർ വരുന്നത്. നമുക്ക് ആ കരിയറിനെ കുറിച്ച് ആദ്യ കാലത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷെ ആദ്യമായിട്ട് വന്ന സംവിധാനം ചെയ്ത മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രം ബാറോസ് ആണ്. അതുപോലെ ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോൾ മോഹൻലാലിൻ്റെ ആയിട്ട് വന്നത് ബോക്സ് ഓഫീസിൽ ഒരു ചലനവും ഇല്ലാതെ പോയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ എമ്പുരാൻ എന്ന സിനിമ മോഹൻലാലിനെ സംബന്ധിച്ച് നല്ല ഒരു പ്രതീക്ഷ ഉള്ള ഒരു സിനിമയാണ്. അദ്ദേഹം ഒരു സൂപ്പർ താരമായിട്ട് ഉയർന്നു എങ്കിൽ കൂടി കഠിനാധ്വാനത്തോടെയും അർപ്പണ മനോഭാവത്തോടെയാണ് ആ സൂപ്പർ താര പദവി അദ്ദേഹത്തിന് കിട്ടുന്നത്. അല്ലാണ്ട് ഒരു വെള്ളിക്കിണ്ണത്തിൽ വെച്ചിട്ട് ആരും അദ്ദേഹത്തിന് ഇന്നോ പിടിച്ചോ സൂപ്പർ താര പദവി എന്ന് പറഞ്ഞ് കൊടുത്തതല്ല. ഒട്ടുമിക്ക വമ്പൻ ഹിറ്റുകൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. അതുകൂടാതെ ഹിറ്റുകളായിട്ടും പ്രതീക്ഷയോടെ വന്ന സിനിമകൾ ഒന്നുമില്ലാതെ ഫ്ലോപ്പായി പോയ ചരിത്രവും ലാലേട്ടനുണ്ട്. 45 വർഷമായി ഈ പ്രിയപ്പെട്ട നടൻ, ഈ മഹാത്ഭുതമായ നടൻ നമ്മുടെ മലയാളക്കരയിലുണ്ട്. 26ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് സൂപ്പർ സ്റ്റാർ പദവി ലഭിക്കുന്നത്. 1980 ഫാസിലിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ഒരു വില്ലനായിട്ട് വന്നതാണ് അദ്ദേഹം തുടക്കമിട്ടത്, മലയാള സിനിമയിൽ തുടക്കമിട്ടത്. അന്ന് അദ്ദേഹത്തിന് വെറും 20 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആ കൊച്ചു പയ്യനാണ് വളർന്നു വന്ന് ഇന്ന് മലയാള ഇൻഡസ്ട്രിയുടെ മുടിചൂടാ മന്നനായിട്ട് മാറിയത്. അപ്പോൾ 50 കോടിക്ക് ആദ്യത്തെ സിനിമ പിറന്നു അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന്. അതുകൂടാതെ 100 കോടിക്ക് പിറന്നു. ഇപ്പോൾ ബുക്കുമൈ ഷോയും എല്ലാ വേൾഡിലുള്ള എല്ലാവരും ഏറ്റെടുത്ത ഒരു സിനിമയായിട്ട് എമ്പുരാനും മാറാൻ പോവുകയാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നമുക്ക് എടുത്തു നോക്കിയാൽ പ്രത്യേകിച്ച് ഒരു അഭിനയ മുഹൂർത്തമോ അതിൽ ഇല്ല. പക്ഷെ ആകാരഭംഗിയും അതിലില്ല. നല്ല ഒരു ശബ്ദം പോലും അതിലില്ല. പക്ഷെ അതിൽ നല്ല വില്ലനായിട്ട് മാറി. അവിടെ നിന്ന് അങ്ങോട്ട് വേറെ ലെവലിലേക്കാണ് അദ്ദേഹത്തിന്റെ സഞ്ചാരപഥം ഉണ്ടായത്. അവിടെ നിന്ന് പതുക്കെ ഒരു സഹനടനിലേക്ക് മാറി.
അവിടെ നിന്ന് കോമഡി ചെയ്യുന്ന ഒരു നായക നടനായി അദ്ദേഹം മാറി. ഏത് സിനിമാ താരങ്ങളുടെയും പിറവി നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു വെള്ളിയാഴ്ചയാണ് സിനിമാ താരങ്ങൾ പിറക്കുക. പണ്ടൊക്കെ അങ്ങനെയല്ലേ, വെള്ളിയാഴ്ചകളിലാണ് സിനിമ റിലീസ്. അപ്പോൾ ആ റിലീസിൽ നല്ല സിനിമയായി നല്ല അഭിനയ കാഴ്ച വെള്ളിയാഴ്ചകളിലാണ് സിനിമ പിറവ്. പക്ഷെ ഇപ്പോഴൊക്കെ കുറച്ച് നാളുകളായിട്ട് വ്യാഴാഴ്ചകളിലും സിനിമ റിലീസുണ്ട്. ചില സിനിമകളാണ് മാറിക്കൊടുത്തത്. പക്ഷെ 1986 ജൂലൈ 17 അത് ഒരു വ്യാഴാഴ്ചയായിരുന്നു. ആ വ്യാഴാഴ്ചയാണ് നമ്മുടെ ലാലേട്ടൻ സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നത്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഒരു സിനിമയാണത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും, രാജാവിന്റെ മകൻ. ആ സിനിമയിലേക്ക് ജനം ഇരമ്പി ഓടിയെടുത്തു. ആ സിനിമ വന്നതോടുകൂടിയാണ് ഒരു ചൊല്ലുണ്ടായിരുന്നു, അതായത് മലയാളികൾ ആദ്യമായിട്ട് മെഷീൻ ഗൺ കാണുന്നത് ആ സിനിമയിലാണെന്നുള്ളത്. ആ സിനിമയിലൂടെയാണ് അന്ന് അദ്ദേഹത്തിന് 26 വയസ്സാണ് പ്രായം. അദ്ദേഹം സൂപ്പർ താര പദവിയിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുന്നത്. ഈ രാജാവിന്റെ മകനെ ആ ചരിത്രം എടുത്തു നോക്കിയാൽ തമ്പി കണ്ണന്താനം ആദ്യമായിട്ട് സമീപിച്ചത് മമ്മൂട്ടിയാണ് ഈ കഥയും ചെന്ന്. അപ്പൊ മമ്മൂട്ടി ഈ സിനിമയോട് നോ പറഞ്ഞപ്പോൾ മമ്മൂട്ടിയും തമ്പി കണ്ണന്താനും ആ സമയത്ത് നല്ല സൗഹൃദം ഉണ്ടായിരുന്ന സമയത്താണ്. അപ്പോൾ തമ്പി കണ്ണന്താനം ഒരു ചെറിയ വെല്ലുവിളി മമ്മൂട്ടിയോട് നടത്തിയിട്ടാണ് പോകുന്നത്. കാരണം ഞാൻ ഈ സിനിമ നീ അഭിനയിച്ചില്ലെങ്കിൽ അവനെ വെച്ച് ഞാൻ പിടിക്കും. അവൻ എന്ന് പറഞ്ഞാൽ മോഹൻലാലാണ്. അപ്പോൾ നിന്റെ സ്ഥാനം പിന്നെ അവനേക്കാളും താഴെ ആയിരിക്കുമെന്ന് തമ്പി കണ്ണന്താനം പറഞ്ഞതായിട്ട് ആ സമയത്ത് ചില വാരികകളിൽ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തമ്പി കണ്ണന്താനം പറഞ്ഞിട്ടുണ്ട്, സ്വന്തം വീട് പണയം വെച്ചിട്ടാണ് ആ സിനിമ പിടിച്ചത്. രാജാവിന്റെ മകനിലെ ഓരോ ഡയലോഗ് പോലും ഇന്നും മലയാളികൾക്ക് മനപ്പാടമാണ്. ഒരിക്കൽ രാജ്മോഹൻ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, ഒരു രാജാവാണെന്ന്. കിരീടവും ചെങ്കോലും സിംഹാസനവും ഉള്ള ഒരു രാജാവ് എന്ന് തുടങ്ങുന്ന വിൻസെന്റ് ഗോമസിന്റെ ഡയലോഗുകൾ ഇന്നും മലയാളികൾക്ക് മനപ്പാടമാണ്. അടുത്ത മറ്റൊരു ഡയലോഗ് ഉണ്ട്, മൈ ഫോൺ നമ്പർ ഈസ് 2255. മറ്റൊരു ഡയലോഗ് ഉണ്ട്, നാൻസി, മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും എന്ന് തുടങ്ങിയ ഡയലോഗുകളെല്ലാം ആ കാലഘട്ടത്തിലും മാത്രമല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലും പഴയ തലമുറയിലെ ആ സിനിമാ പ്രേമികൾ അവർക്ക് അറിയാം ഈ ഡയലോഗുകളെല്ലാം. രാജാവിന്റെ മകനിൽ മോഹൻലാൽ ഒരു ഡോണായിട്ട് വന്നിട്ടില്ല. പക്ഷെ നമ്മ പഠിച്ച അല്ലെങ്കിൽ കണ്ടു പരിചയിച്ച ആ ഡോണുകളെല്ലാത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു അതിലത്തെ വില്ലൻ വേഷം. മോഹൻലാൽ അതിൽ വില്ലനാണോ നായകനാണോ എന്നുള്ളത് നമുക്കൊരു സംശയം ഉണ്ട്. അപ്പൊ വിൻസെന്റ് ഗോമസ് കൊള്ളസങ്കേതത്തിൽ ഇരുന്ന് അലറുന്ന ശത്രുക്കളെ വെട്ടി മുതലേക്ക് ഇട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ഒറ്റക്കണ്ണനും വലിയ കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച അത്ര പോന്ന അതുപോലെയുള്ള വില്ലന്മാരാണ് അതുവരെ നമ്മൾ കണ്ടു പരിചയിച്ചത്. പക്ഷെ ആ അധോലോക നായകന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു വിൻസെന്റ് ഗോമസ്. അതായത് നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും പവർ ജനിപ്പിക്കാൻ കഴിയുന്ന വിൻസെന്റ് ഗോമസ്, അത് ഒരു വ്യത്യസ്ത ആയിരുന്നു ആ സിനിമയിലെ 1-2 ഭാഗങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ചിത്രത്തില് ആ സിനിമയില് കാറിൽ നിന്ന് ഇറങ്ങി കോടതിയിലേക്ക് കയറി പോകുന്ന വിൻസെന്റ് ഗോമസിന്റെ ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് മോഹൻലാല് ഒരു നോട്ടമുണ്ട്, ഒരു അതിശക്തമായ ഒരു നോട്ടമാണ് അവിടെ ഉള്ളത്. അത് കണ്ട് ഭയപ്പെട്ട് ഫോട്ടോഗ്രാഫർ ക്യാമറയിൽ നിന്നും ഫിലിം റോൾ എടുത്തിട്ട് കളയുന്നതായിട്ടാണ്. അപ്പൊ അതുപോലത്തെ ഒരു ഇൻട്രോകളാണ് നമ്മൾ കണ്ടു പരിചയിച്ച ഇൻട്രോയിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായിരുന്നു വിൻസെന്റ് ഗോമസിന്റെ ഒരു ഇൻട്രോ. അതിൽ വിജയിക്കുന്ന ഒരു നായകനല്ല ക്ലൈമാക്സിൽ നമ്മ രാജാവിന്റെ മകനിലേക്ക് എടുത്തു വരുന്നത്. അവസാന രംഗത്ത് ക്ലൈമാക്സിൽ വെടിയേറ്റ് വീഴുകയാണ് നായകൻ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ സിനിമ വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്ലൈമാക്സ് മാറ്റി പിടിക്കേണ്ടി വരും. കാരണം അങ്ങനെ മോഹൻലാൽ എന്ന നടന അല്ലെങ്കിൽ ആ സൂപ്പർ താരത്തിനെ വെടിയേറ്റ് വീഴുന്നതൊക്കെ ആരാധകരും അല്ലെങ്കിൽ ജനങ്ങളും സ്വീകരിക്കണമെന്നില്ല. പക്ഷെ അന്നത്തെ ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഓരോ കാലഘട്ടത്തിന്റെ കഥ പറയുമ്പോഴും ആ കാലഘട്ടത്തിൽ അനുസരിച്ച സിനിമകളായിരിക്കും വരിക. അങ്ങനെ ആ സിനിമ ഹിറ്റായി തമ്പി കണ്ണന്താനം പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചു. മോഹൻലാൽ സൂപ്പർ സ്റ്റാറായി. മലയാള സിനിമാ ചരിത്രത്തിൽ വേറെ ഒരു നടനും മോഹൻലാലിനെ പോലെ 26-ാം വയസ്സിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല. അന്നു തൊട്ട് ഇന്നു വരെ മലയാള വിപണിയുടെ ഒരു താരമാണ് അദ്ദേഹം. 40 വർഷത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു താരസിംഹാസനത്തിന് ഉടമ, ബോക്സ് ഓഫീസിലെ രാജാവ്. അതുകൂടാതെ മറ്റൊരു കാര്യം കണ്ട്, ഒരു മലയാള സിനിമ ഒരു വർഷം
തിയേറ്ററിൽ ഓടുന്നത് നമുക്ക് സങ്കല്പിക്കാനായിട്ട് കഴിയുമോ? അതും ചരിത്രം തിരുത്തി കുറിച്ചു. അത് മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ചിത്രം എന്ന് പറയുന്ന സിനിമയാണ്. എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ 365 ദിവസത്തിലധികം തുടർച്ചയായി പ്രദർശിപ്പിച്ച ചരിത്രമാണ് ചിത്രം എന്ന സിനിമയ്ക്ക് ഉണ്ടായത്. അതുപോലെ മലയാളത്തിൽ ആദ്യമായി 1 കോടി രൂപ കളക്ഷൻ വന്ന പടം ലാൽ പ്രിയദർശൻ കോംബോയിൽ ഇറങ്ങിയ കിലുക്കമായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ 1 കോടി എന്ന് പറഞ്ഞത് വളരെ വലിയൊരു തുകയാണ്. ആ സമയത്ത് ഒരു മലയാള വാരിക അടിച്ചു വന്നത് കോടികളുടെ കിലുക്കമായി ലാൽ സിനിമ എന്നാണ്. അതിനുശേഷം മണിച്ചിത്രത്താഴ്, അതും നല്ല രീതിയിൽ ഓടി. അതാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമ മണിച്ചിത്രത്താഴ് എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം നരസിംഹം വന്നു. നല്ല രീതിയിൽ കളക്ഷൻ ചെയ്ത ചിത്രമാണ് നരസിംഹം. പിന്നെ 6-ാം തമ്പുരാൻ, തേന്മാവിൻ കൊമ്പത്ത്, അങ്ങനെ ഹിറ്റുകളുടെ പരമ്പരകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിനുശേഷം 50 കോടിയിലേക്ക് എത്തി ഒരു സിനിമ. അത് മലയാള സിനിമ ആദ്യമായി 50 കോടി തൊട്ടതും ലാൽ സിനിമയിലൂടെയാണ്. അതായത് അത് ഏതാണ്, ഒരു ധ്യാനത്തിന് പോയ കഥയാണ്. അത് ജോർജ് കുട്ടി ധ്യാനം കൂടാൻ പോയ ചരിത്രമാക്കിയ ജിത്തു ജോസഫിന്റെ ഒരു സിനിമയാണ്. അധികം ഹൈപ്പൊന്നും ഇല്ലാതെ വന്ന ഒരു സിനിമയാണ് അത്. ചിത്രത്തിന്റെ റീമേക്ക് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും പോയി. അതുകൂടാതെ ചൈനയിൽ പോലും അതിന്റെ റീമേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. 50 കോടിയും കടന്ന് ബോക്സ് ഓഫീസിൽ വീണ്ടും ചലനങ്ങൾ ഉണ്ടാക്കി ലാലിന്റെ സിനിമ. വൈശാഖിന്റെ സംവിധാനത്തിൽ വന്ന പുലിമുരുകൻ എന്ന സിനിമയാണ്. അതിനുശേഷം ലൂസിഫർ വന്നു. മോഹൻലാൽ ഇത്രയധികം ഉയരങ്ങളിൽ പോയെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ഇപ്പോഴും ഹെയ്റ്റേഴ്സ് ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് താനും. സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോഴാണ് വന്നത്. പക്ഷെ പഴയ കാലഘട്ടത്തിലൊന്നും സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ ചില വാരികകളിലൂടെയൊക്കെ അദ്ദേഹത്തെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു എഴുതിയിരുന്നു. ഏകദേശം ഒരു മോഹൻലാലിന്റെ ഒരു കാലഘട്ടത്തിൽ എടുത്തു കഴിഞ്ഞാൽ 86 മുതൽ 96 വരെ അദ്ദേഹം നല്ല രീതിയിലാണ് മുകളിലേക്ക് പോയിരുന്നത്. അതായത് അതിന് കാരണമുണ്ട്. ലോഹിതദാസ്, പത്മരാജൻ, സിബി മലയിൽ, അതുകൂടാതെ കമല്, പ്രിയദർശൻ തുടങ്ങിയ നല്ല ഫിലിം മേക്കേഴ്സിന്റെ കീഴിൽ അദ്ദേഹത്തിന് തുടർച്ചയായി നല്ല നല്ല സിനിമകൾ കിട്ടിയിരുന്നു. പക്ഷെ 96 വന്നതോടുകൂടി അദ്ദേഹത്തിന് ചില ശനിദശ തുടങ്ങി എന്ന് പറയാം. അപ്പൊ 96 അദ്ദേഹത്തിന് 2 പടങ്ങളാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. ഒന്ന് കാലാപാനിയും ഒന്ന് പ്രിൻസ് എന്ന് പറയും. ഇതിൽ കാലാപാനി നല്ല വിജയം നേടിയെങ്കിലും പ്രിൻസ് എന്ന സിനിമ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിനും ആ സമയത്ത് ഒരു പ്രത്യേകത വന്നിട്ടുണ്ടായിരുന്നു. പ്രിൻസ് വമ്പൻ ഒരു പരാജയമായിരുന്നു. അതോടുകൂടി അഭ്യൂഹങ്ങൾ പരന്നു. അതായത് ഇപ്പൊ ഒരു അഭ്യൂഹമല്ല, മമ്മൂട്ടി നോമ്പെടുത്തിട്ട് സിനിമാ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്നു അപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്താണ് കാളപറ്റു എന്ന് പറയുന്നവര് എന്തൊക്കെയാണ് എഴുതി കൂട്ടിയത്? മമ്മൂട്ടി ക്യാൻസറാണ്, കുടലില് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് തട്ടിവിടുകയാണ് കാളപറ്റു എന്ന് പറയുമ്പോൾ. അതുപോലെയാണ് ആ സമയത്ത് മോഹൻലാലിനും ഉണ്ടായത്. അതായത് തൊണ്ടയ്ക്ക് ക്യാൻസറാണ്, സംസാരശേഷി നഷ്ടപ്പെട്ടു, ഡൂപ്പിനെ വെച്ചാണ് റെക്കോർഡിങ് നടത്തിയത് എന്നൊക്കെ ആ സമയത്ത് കിംവദന്തികളും ഹെയ്റ്റേഴ്സ് അങ്ങനെയെല്ലാം പ്രവചിച്ചിരുന്നു ആ സമയത്ത്. പക്ഷെ യഥാർത്ഥം അതൊന്നുമല്ല. പ്രിൻസില് അതൊരു മലയാള സംവിധായകനല്ല സിനിമ എടുത്തത്. അപ്പൊ അവിടുത്തെ ടെക്നീഷ്യന്മാരാണ് അതിന് വേണ്ടി വർക്ക് ചെയ്തിട്ട്. അപ്പൊ അവര് വന്ന ആ സൗണ്ട് മിക്സിങ്ങിൽ വന്ന ഒരു പ്രശ്നം മൂലമാണ് ആ മോഹൻലാലിന്റെ സൗണ്ട് ആ സിനിമയിൽ വ്യത്യാസപ്പെട്ടിരുന്നത്. ഇപ്പൊ സൗണ്ട് മിക്സിന്റെ കാര്യം പറഞ്ഞാല് ഇപ്പൊ AR റഹ്മാന്റെ ഒരു സോങ് ഉണ്ട്, പച്ചക്കിളികൾ തോളോട്. അത് ശരിക്കും യേശുദാസാണ് പാടിയത്. പക്ഷെ സൗണ്ട് മിക്സിംഗ് എല്ലാം കൊടുത്തത് നമുക്ക് യേശുദാസ് ആണോ അത് പാടിയതെന്ന് ചിലർക്ക് സംശയമുണ്ട്. അപ്പൊ അതാണ് സൗണ്ട് മിക്സ് ഇല്ല. ചിലത് അത് നന്നാവാം, ചിലത് മോശമായി വരാം. അപ്പൊ ആ സിനിമയിൽ, പ്രിൻസ് എന്ന സിനിമയിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ. പ്രിൻസിന് ശേഷം IB ശശിയുടെ വർണ്ണപ്പകിട്ട് വന്നു. അതും നല്ല രീതിയിൽ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താനായിട്ടില്ല. അപ്പോഴും ലാലിന് അപവാദ പ്രകടനങ്ങൾ വന്നു. ലാല് ഔട്ടായി എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്ന ചന്ദ്രലേഖ. അത് നന്നായിട്ട് ഹിറ്റായി, പറന്നുപോയി. അതിന് ശേഷം 2003 മോഹൻലാലിന് ഒരു തിരിച്ചടികളുടെ വർഷമായിരുന്നു. വരുന്ന ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നില്ല. ആ സമയത്ത് 2002-2003 ഇറങ്ങിയ ചില ചിത്രങ്ങൾ നമ്മൾ നോക്കിയാൽ പ്രജ, അതോടെ ഒന്നാമൻ,
താണ്ഡവം, ചതുരംഗം എന്നിവയെല്ലാം പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടില്ല. അതെല്ലാതും ഫ്ലോപ്പായി പോയി. അതിനുശേഷം 2003 ഇറങ്ങിയ മിസ്റ്റർ ബ്രഹ്മചാരി എന്ന് പറയുന്ന ചിത്രവും അറിയിക്കുന്ന നിലയിൽ ഉയരാനായിട്ട് സാധിച്ചില്ല. അതും 8 നിലയിൽ പൊട്ടി. അതിനുശേഷം പ്രിയദർശന്റെ കിളിച്ചുണ്ട മാമ്പഴം വന്നു. അതും ഒരു ആവറേജിൽ ഒതുങ്ങിപ്പോയി. അപ്പോഴൊക്കെ ആളുകൾ ഇതുപോലെ ഹൈറ്റേഴ്സ് തലപൊക്കി തുടങ്ങി. മോഹൻലാൽ ഔട്ടായി, ഇനി വരുന്നില്ല, ഇനി മോഹൻലാൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ആ സമയത്തും ഇതുപോലെ ഹൈറ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ബാലേട്ടൻ വന്നത്. പക്ഷെ ബാലേട്ടൻ നല്ല രീതിയിൽ കളക്ട് ചെയ്ത ഒരു സിനിമയാണ്. അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൃശ്യം വന്നു. ദൃശ്യം നല്ല രീതിയിൽ വർക്കായ ചിത്രമാണ്. അതിനുശേഷം 2014 2015 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നല്ലൊരു ഹിറ്റുകൾ ഉണ്ടായിട്ടില്ല. അതിൽ വന്നു കഴിഞ്ഞാൽ സിനിമകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിസ്റ്റർ ഫ്രോഡ് ഉണ്ടായിരുന്നു, പിന്നെ പെരുച്ചാഴി, പിന്നെ ലൈല ഓ ലൈല, എന്നും എപ്പോഴും, അതുപോലെയുള്ള ചിത്രങ്ങളുണ്ട്. പക്ഷെ അതൊന്നും തിയേറ്ററുകളിലേക്ക് ലാലേട്ടന്റെ ഒരു ഹൈപ്പായിട്ടുള്ള ഒരു ചിത്രമായിരുന്നില്ല ഇതൊന്നും. അത് രഞ്ജിത്തിന്റെ ലോഹം വന്നു. അതൊക്കെ രഞ്ജിത്തിന്റെ ലോഹം എന്ന സിനിമ വന്നു. അതൊക്കെ ഒരു ഏവറേജിൽ ഒതുങ്ങിപ്പോയ ചിത്രങ്ങളാണ്. അതിനുശേഷമാണ് 2006 പ്രിയദർശൻ ലാൽ കൂട്ടുകെട്ടിൽ മറ്റൊരു സിനിമ വന്നത്. കണ്ണു കാണാത്ത നായകനായിട്ട് അഭിനയിച്ച ഒപ്പം എന്ന് പറയുന്ന സിനിമ. അത് നല്ല രീതിയിൽ കളക്ട് ചെയ്ത ഒരു സിനിമ ആണ്. അതിനുശേഷം പുലിമുരുകൻ. അപ്പൊ ഇത് 2 കോടി വന്നപ്പോൾ മോഹൻലാലിന്റെ ഗ്രാഫ് കുറച്ചുകൂടി ഉയർന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2025 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സമാനമായ കാലഘട്ടത്തിൽ കിടക്കും. അതായത് കുറച്ച് ഹൈപ്പിൽ നല്ല രീതിയിൽ പോകും, പിന്നെ കുറച്ച് ചിത്രങ്ങൾ മോശം, പിന്നെ വീണ്ടും ഹൈപ്പിൽ പോകും. അതുപോലെയാണ് ഇപ്പോൾ എമ്പുരാൻ്റെ ലാലേട്ട ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ്. പക്ഷെ ഹിറ്റുകളും ഫ്ലോപ്പുകളും ഒന്നും ലാലന നടനെ ഒട്ടും ബാധിക്കുന്നില്ല. ലാലേട്ടന് അതൊന്നും ഒരു പുത്തിരിയല്ല. പ്രീ പബ്ലിസിറ്റി ഹൈപ്പ് വന്നിട്ട് പൊട്ടിയ 2 ചിത്രങ്ങളാണ് മരക്കാർ, കുഞ്ഞാലി മരക്കാറും, അതുകൂടാതെ ശ്രീകുമാര മേനോൻ സംവിധാനം ചെയ്ത ഒടിയനും. ഈ 2 ചിത്രങ്ങളിലും നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ പ്രേക്ഷകർ ഈ 2 ചിത്രത്തെയും കൈവിട്ട് കളഞ്ഞു. ഈ 2 ചിത്രങ്ങൾ കൈവിട്ട് പോയെങ്കിൽ കൂടിയും 2019 ലൂസിഫറിന്റെ മഹാവിജയം കൊണ്ട് അതെല്ലാതും ലാല് നിഷ്പ്രഭമാക്കി. അപ്പൊ എമ്പുരാൻ എന്ന സിനിമ ഒരു ഹിറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ മലയാളത്തിന്റെ സിനിമാ വിപണി സൗത്ത് ഇന്ത്യയും കടന്ന് പാൻ ഇന്ത്യൻ ആവുമെന്ന് ഉറപ്പാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാന്ന് വെച്ചാല്, ഏത് തിരിച്ചുകേടുകൾക്കിടയിലും തിരിച്ചു വരാൻ കഴിയുന്ന ആ ആംബിയർ ഉള്ള ഒരു നടനാണ് മോഹൻലാൽ. ഒരു ഘട്ടത്തിലും അയാളെ നിങ്ങൾക്ക് എഴുതി തള്ളാനായിട്ട് ഒരിക്കലും കഴിയില്ല. മലയാളി എക്കാലവും നെഞ്ചിലേറ്റിയ ആ പിസ്സാഗോപുരം പോലെ ചെരിഞ്ഞു നടത്തക്കാരൻ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തും. അത് ഉറപ്പാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എമ്പുരാന്റെ വലിയ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഗ്രാഫ് വീണ്ടും ഉയരാനാണ് പോകുന്നത്. അപ്പോൾ വീഡിയോയുടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വേറെ നല്ല സിനിമ കണ്ടന്റായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.